വേനാട്ടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുതിരക്കുന്നെന്ന ഗ്രാമം ഒരു ദുരൂഹതയുടെ മറവിലാണ്. ഗ്രാമത്തിലേക്കാർ ഭയത്തോടെ ഒഴിവാക്കുന്ന ഒരു വനഭാഗം ഉണ്ട്, പാതാളപ്പാടം. രാത്രിയാകുമ്പോഴൊക്കെ അവിടെ നിന്ന് അസ്വാഭാവികമായ ശബ്ദങ്ങൾ, കാണാതാകുന്ന പശുക്കൾ, പാകം ചെയ്യാത്ത കാറ്റുകൾ തുടങ്ങി അസാധാരണ സംഭവങ്ങൾ ഹുഡർ പറയുന്നു. അപ്പോളാണ് തിരഞ്ഞെടുപ്പത്തുനിന്നുള്ള യുവ ഗവേഷകയായ അപർണ അവിടത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾ പഠിക്കാൻ എത്തുന്നത്. പാതാളപ്പാടത്തെക്കുറിച്ചുള്ള കഥകളിൽ അവളുടെ കൗതുകം വർദ്ധിക്കുന്നു. എല്ലാ മുന്നറിയിപ്പുകളും അവൾ അവഗണിച്ച് വനത്തിലേക്ക് പുറപ്പെടുന്നു. വഴികാട്ടിയാകാൻ അവളെ സഹായിക്കുന്നത് പ്രാദേശികൻ ജോസഫ് ആണ്. കാടിനകത്തുള്ള ഒരു കല്ലുകളുടെ വൃത്തത്തിൽ അപർണ സ്പർശിച്ച കല്ലിൽ നിന്ന് അസ്വാഭാവികമായ കാറ്റ് പുച്ചിയതുപോലെ ഓടിവന്നു. ജോസഫിന് സ്ത്രീയുടെ കരച്ചൽ കേൾക്കുന്നു. അന്നേരം മുതൽ അപർണക്ക് ഭീകര സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഒരു തദ്ദേശീയ പുരോഹിതയായ മാരിയെ ജീവനോടെ തന്നെ തന്റെ ജനത കുഴിച്ചിടുന്നു. അപർണ ഉറക്കത്തിൽ ദ്വനോർദ്ധ ചിഹ്നങ്ങൾ വരയ്ക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു. ജോസഫ് അവളെ ഒരു പഴയ പുരോഹിതയായ കല്യാണിയമ്മയെ സമീപിപ്പിക്കുന്നു. അവളാണ് വെളിപ്പെടുത്തുന്നത്, മാരിയുടെ ആത്മാവ് അപർണയിലേക്ക് വന്നിരിക്കുന്നു. ശപിച്ചതിനുള്ള പരിഹാരമൊന്നേയുള്ളൂ, മാരി മരിച്ചപ്പോൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ യാഗം പൂർത്തിയാക്കുക. അതിന് ഒരു ജീവന്റെ ബലിതരിച്ചേ മതിയാകൂ. രക്തചന്ദ്രൻ ഉയരുന്ന രാത്രിയിൽ കല്ലുകളുടെ വൃത്തത്തിൽ അപർണ ഇപ്പോൾ മാരിയായി മാറിയിരിക്കുന്നു. ചുറ്റും ഭൂമികുലുക്കം. ജോസഫ് ബലിയെടുക്കാൻ മുന്നോട്ട് വരുന്നു. പക്ഷേ അതിനുമുമ്പ് അപർണ തനിക്കുള്ളിൽ ഉള്ള മാരിയെ ചെറുത്തു കത്തിക്കൊണ്ട് തനിക്കെതിരായാണ് ഉപയോഗിക്കുന്നത്. കാട് ശാന്തമാകുന്നു. ശാപം നീങ്ങുന്നു. വർഷങ്ങൾക്കിപ്പുറം കാടിലൂടെ യാത്ര ചെയ്യുന്നവർ പറയുന്നു, പാതാളപ്പാടത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയുടെ ആകൃതി, താരാട്ടുപാട്ടു പാടുന്ന ശബ്ദം കാറ്റിൽ അകന്നുപോകുന്നു. പാതാളപ്പാടം ഇന്നും കാത്തിരിക്കുന്നു.